ഒരക്ഷരം പോലും തെറ്റിയില്ല. അവന്റെ മൂക്കിലോട് ആദ്യം ഇടിക്കുക. വേണമെങ്കിൽ ഞാൻ തിയേറ്ററിൽ ഇരുന്ന് ആൾക്കാർ ഉറങ്ങുന്ന ഞാൻ ഫോട്ടോ എടുത്തിട്ടുണ്ട്. മുടഞ്ഞ പടം എന്ന് വെച്ചാ ശോകം. പടം ലോജിക്കലല്ല, ഒട്ടും യുക്തിയില്ല, റിയലിസ്റ്റിക് അല്ല. ഇല്ല, സ്ക്രീൻ പ്ലേ ഇല്ല, പെർഫോമൻസ് ഇല്ല, BJ ഇല്ല, ഒന്നുമില്ല. ഭയങ്കര പദം. ഏത് ഗുളിയം കയറിയ സമയത്താടോ ഞാൻ ഈ സിനിമ എടുത്ത് തലേ വെച്ചത്. പക്ഷെ അവന്റെ വീട്ടിൽ അറിഞ്ഞ ഇതായിരിക്കില്ല സ്ഥിതി. അവന്മാരെല്ലാരും കൂടി ഇങ്ങോട്ട് വരും. രായുട്ടൻ താർ ഉടുത്ത് കേട്ടാ. ഇനി നടക്കാൻ പോണ മുള്ളിക്കളിയുള്ള നമ്മളില്ല കേട്ടാ. നമ്മളിവരുണ്ടാ ഫ്രീ. സ്പൂഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്യായ സ്പൂഫ് 916 മലങ്കൾട്ട് ആദ്യം മുതൽ അവസാനം വരെ തല കുത്തി മറിച്ചിരിക്കാം. ഈശ്വര, ഓരോന്നോരോന്നെ പുറത്തേക്ക് വന്നോണ്ടിരിക്കുകയാണല്ലോ. ഒരു കൾട്ട് ക്ലാസിക് പടത്തിനെ എന്തിനാണ് അണ്ണാ തൊലച്ചത്? എനിക്ക് നിങ്ങളുടെ അടുത്ത് ദേഷ്യമാണോ ഉള്ളത്? അത് നിങ്ങൾ ക്രിയേറ്റ് ചെയ്തായത് കൊണ്ട് നിങ്ങൾക്ക് എന്ത് കുന്തവും ചെയ്യാന്നാണോ? ഞാൻ പറയുമ്പോഴും ഉദ്ദേശിച്ച വാക്കേതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവല്ലോ. കാര്യം സിനിമ അത്രയും വലിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വരാൻ പോകുന്നത്. എന്നാ ഒരു പാട്ട്, എന്നാ ഒരു ഡാൻസ്, എന്നാ ഒരു പാട്ട്, എന്നാ ഒരു ഡാൻസ്. ഇത് പാലുകാച്ചൽ കല്യാണം, കല്യാണം പാലുകാച്ചൽ, കല്യാണം പാലുകാച്ചൽ. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇടപെട്ട് കാണിക്കണം. നീ ഇങ്ങനെയുള്ള കലാകാരന്മാരുണ്ടാവോ? വേറെ ആർക്കെങ്കിലും ചെയ്യാൻ പറ്റുമോ? രണ്ടാമത് സ്വാതന്ത്ര്യപ്പോർ ലഞ്ച. പിന്നെ മൂന്നാമത്തെ പാർട്ട് പറഞ്ഞ ഇങ്ങനെ കഥ പറഞ്ഞ് ഇഞ്ചിഞ്ചായി കൊല്ലുന്നതിന് പകരം നീ എന്നെ ഒറ്റയടിക്കുന്നു കൊല്ലടാ. ഒരു മരണമാ സിനിമയെന്ന് തന്നെ പറയാം. ഇന്ത്യയുടെ എല്ലാവിധ പ്രശ്നങ്ങളും കാണിച്ചു വെച്ച സിനിമയാണ്. അതിജീവനത്തിന്റെ കഥ പറഞ്ഞു പോകുന്ന സിനിമയാണ്. എല്ലാരും പിരിഞ്ഞു പോയി. എല്ലാവരും പിരിഞ്ഞു പോകണം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ആകാശത്തൊക്കെ വെടിവെക്കേണ്ടി വരും. അതിന്റെ എല്ലാ വിരലുകളും